എല്ലാ രാജാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് കരിമല വനം മുഴുവൻ വളയണം. ചെല്ലു, അന്വേഷിക്കൂ, ബന്ദിയാക്കൂ. ആ ഗോനഗന്ന റെഡ്ഡിയുടെ അന്ത്യം കാണണം. ഒന്നുകിൽ വൈകുണ്ഠം, അല്ലെങ്കിൽ തീക്കുണ്ഠം. അനുജ, സത്യത്തിൽ ഞങ്ങളെക്കാൾ കുറ്റം ചെയ്യുന്നത് സാമന്ത രാജാക്കന്മാരാ. വിരലിനനുസരിച്ചുള്ള വീക്കം, തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ. അനുജ, ഇവനിത് ആവശ്യമാണ്. ഞാൻ പോയി എല്ലാരോടും പറയട്ടെ. മരുമകളെ ഉപദേശിച്ച അമ്മായിയമ്മ എവന്റെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. ആണോ? ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. ചെയ്ത പാപങ്ങൾ കൗബീനത്തിൽ വെച്ച് കാശിക്ക് പോയി ഹരഹര എന്ന് പറഞ്ഞു പോലും. ആരാത്? എന്നോട് ചോദിച്ചാൽ സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് തിന്നുകയാണോ? എന്റെ സ്വത്ത് എന്റെ ഇഷ്ടം. കരം പിരിച്ചത് കുറച്ചൊന്നും അല്ല. എന്റെ കരം എന്റെ ഇഷ്ടം. ഞാൻ 4 കണക്ക് പറഞ്ഞു തരാം. 1, പാവം പ്രജകളെ പീഡിപ്പിച്ചു. 2, ചെറിയ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. 4, 3. എന്റെ കണക്ക് എന്റെ ഇഷ്ടം. ഇങ്ങോട്ട് ചോദിക്കരുത്. വലയിലായി കണ്ണാറടി. ഇനി നിന്റെ നാളുകൾ തടവറയിലാണ്. എന്റെ ചെയ്തികൾ കണ്ട് അമ്പരക്കാനല്ലാതെ എന്നെ തോൽപ്പിക്കാൻ ആരും ജനിച്ചിട്ടില്ല. ഇതുവരെ ജനിച്ചിട്ടില്ല. പത്മവ്യൂഹത്തിൽ അകപ്പെടാൻ ഞാൻ അഭിമന്യുവല്ല. വ്യൂഹങ്ങൾക്കെല്ലാം കർത്താവായ ശ്രീകൃഷ്ണനെ പോലെയാണ് ഞാൻ. മരണം വേണോ? എന്റെ അനുയായിയാകുന്നോ? ഗോനഗന്ന റെഡ്ഡി തന്റെ പടബലം വർദ്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമദിക്കിലെ കോടഗിരി ദേശം, ദക്ഷിണ ദിക്കിലെ മുത്തുക്കൂർ നായ്ക്കർ ദേശം, ഉത്തര ദിക്കിലെ നഗരൂർ കാച്ചിമ നായ്ക്കർ ദേശം തുടങ്ങി കിഴക്ക് ദിക്കിലെ കലിംഗ് ദേശം വരെ തന്റെ വിജയാധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നു. രുദ്രസേനയെ മികവുറ്റതാക്കാൻ ചാലൂക്യ വീരഭദ്രനും അശ്രാന്തം പ്രയത്നിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യത്തിലെത്താൻ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദനിക കോട്ടയുടെ രഹസ്യങ്ങൾ ഓരോന്നായി ചോർത്തി ദേവഗിരിയിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം 7 കോട്ട ചുമരുകളും പൂർത്തിയാക്കപ്പെട്ടു. എന്നാൽ ഒരു ഉറുമ്പിന് പോലും കടക്കാൻ കഴിയാത്ത ആ കോട്ടയ്ക്കുള്ളിൽ നിന്നും അവിടുത്തെ രഹസ്യങ്ങൾ മാത്രം യഥാസമയം ദേവഗിരിയിലേക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു.